ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കപ്പ ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നെയ്യും കൊട്ടും എല്ലാം ഉള്ള അങ്ങനത്തെ പീസ് ഉണ്ടെങ്കിൽ അതായിരിക്കട്ടെ കുറച്ചും കൂടി ബെറ്റർ. അങ്ങനത്തെ പീസ് കൊണ്ട് ചെയ്യുന്ന സമയത്ത് കപ്പ ബിരിയാണിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ കൊട്ടും നെയ്യും എല്ലാം ഉള്ള പീസ് ഇല്ലാത്തതുകൊണ്ട് ബോൺലെസ് പീസാട്ടോ എടുക്കുന്നത്. അപ്പം അതാ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഒന്നിട്ട് കൊടുക്കാം. അതായത് ഒരു ഉള്ളിൻ്റെ കാൽഭാഗം നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കുറേ വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുത്തിട്ട് വരാം. പിന്നെ ബീഫ് വേവിക്കുന്ന സമയത്ത് ഞാനിപ്പം ഇത് 7 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. ഞാൻ സാധാരണ ബീഫിന് 7 വിസിൽ അടുപ്പിക്കൽ. അപ്പോൾ അതനുസരിച്ചിട്ട് 7 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബീഫ് എങ്ങനെയാണ് വേവിക്കലെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 7 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. ബീഫ് അവിടുന്ന് വെന്ത് വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതാ കപ്പ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കാം. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് നമുക്ക് കപ്പയൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ കപ്പയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. കുറച്ച് കൂടുതൽ വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം മാറ്റിയിട്ട് കപ്പ മാത്രമാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ വെള്ളം മാറ്റിയിട്ട് കപ്പ മാത്രമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/4 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കപ്പ കുറച്ചേ എടുത്തിട്ടുള്ളൂ. 300 ഗ്രാം ആട്ടാണ് ഞാൻ എടുത്തത്. അപ്പം നിങ്ങൾ എടുക്കുന്ന കപ്പൻ്റെ അളവിനനുസരിച്ചിട്ട് തേങ്ങൻ്റെ അളവിൽ ചേഞ്ച് വരുത്താം. അപ്പം ഇതാ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നല്ലോണം തന്നെ ഈ തേങ്ങ ഒന്ന് നമുക്ക് വറുത്തിട്ടെടുക്കാം. തേങ്ങ വറുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ തന്നെ ആക്കി വെക്കാം. ഇതാ തേങ്ങ ഈ ഒരു രീതിയിൽ എത്തുന്നവരെ വറുത്തിട്ടെടുക്കാം. കളർ നല്ലോണം ചേഞ്ച് ആവണം, കരിഞ്ഞു പോകരുത്. കളർ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ചേഞ്ച് ആയി വരണം. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ എന്തോ തേങ്ങ വല്ലാണ്ട് ഒരു പൊട്ടുന്ന രീതിയിലായി പോകുന്ന പോലെ എനിക്ക് തോന്നിയിന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിന് അങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ഇതാ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. തേങ്ങ വറുത്തിട്ട് നമുക്കത് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ വേണ്ടി നോക്കാം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചതാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ബീഫ് വേവിക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിന്. അപ്പം ബാക്കി ഈ ഒരു സമയത്ത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 2 പച്ചമുളക് 7 വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി അത് മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചതാണ്. അപ്പോൾ ഇതാ അത് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുക്കറിലേക്കും
ഉള്ളി ചേർത്തിട്ടുണ്ട്. അത് ഒരു ഉള്ളിന്റെ 1/4 ഭാഗം മാത്രമേ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് പാനിലേക്ക് ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കാം. ആ ഉള്ളി നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാട്ടോ എടുത്തേ. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം ഇതെല്ലാം ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ച ആ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. വെള്ളം എനിക്ക് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. കപ്പനെ കൊണ്ട് കുറേ റെസിപ്പീസ് മുമ്പേ ചെയ്തിട്ടുണ്ട്. കോഴിക്കാല്, കേങ്ങ് പൊരിച്ചത്, പാൽക്കപ്പ, കപ്പപ്പൊരിക്ക്, അങ്ങനെ കുറേ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിലൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിന് നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ച് ആ കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലോണം ഉടച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കരുത്. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഇതിൽ മിക്സ് ചെയ്ത ശേഷം സ്പൂൺ വെച്ചിട്ട് പാനിൽ നിന്ന് അങ്ങനെ ഉടച്ചു കൊടുത്താലും മതി. എന്നിട്ട് ആ കപ്പ ചേർത്തിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആ കപ്പയും ബീഫും എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് ആ തേങ്ങ ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എടുക്കുന്ന കപ്പന്റെ അളവിനനുസരിച്ചിട്ട് തേങ്ങന്റെ അളവിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിന് മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ലാസ്റ്റ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഇതിന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.